ഒഴിവായത്. അശ്വതി. ശരി ഡാനി, മറ്റൊന്ന് മുനമ്പത്തേക്ക് എത്തുമ്പോൾ മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ഉന്നതതല യോഗം നാളെ നടക്കാനിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുക. ഈ ഭൂമിയുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കാം എന്നതാണ് പ്രധാന ചർച്ച. നിയമ റവന്യൂ വഖഫ് മന്ത്രിമാരും വഖഫ് ബോർഡ് ചെയർമാനും ഒക്കെ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ഡാനി, ഇലക്ഷന് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടാകാമെന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുനമ്പം നിവാസികൾക്ക് കിട്ടിയ ഉറപ്പ്. എത്രത്തോളം പ്രതീക്ഷ വെക്കുന്നുണ്ട് മുനമ്പം നിവാസികൾ? അശ്വതി, ഈ ചർച്ച, നാളത്തെ ചർച്ച ഈ വരുന്ന നാളുകളിൽ കൂടുതൽ ചർച്ചകൾ ഇത് സംബന്ധിച്ച് ഉണ്ടാകും. അതിൻ്റെ ഒരു ആദ്യ പടി എന്ന രീതിയിലാണ്. അതിൽ എന്താണ് അതിൻ്റെ ഒരു തീരുമാനം, അതിൻ്റെ ഒരു ദിശാസൂചിക അതെന്താണ് എന്നത് അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതനുസരിച്ച് സമരം ഒരുപക്ഷെ കൂടുതൽ കടുത്തേക്കാം, അവിടുത്തെ പ്രശ്നങ്ങൾ വലിയ രൂക്ഷമായേക്കാം. അതുകൊണ്ട് തന്നെ നാളത്തെ യോഗം വളരെ നിർണായകമാണ്. മുഖ്യമന്ത്രി അധ്യക്ഷതയിലാണ് ഉന്നതതല യോഗം ചേരുന്നത്. ഇതിൻ്റെ ഒരു മുഖ്യ അജണ്ട, ഒരുപക്ഷെ അതിൽ ഒരു അജണ്ട തന്നെയാണ് അതിൽ ഉണ്ടാകുക എന്ന് തന്നെ മനസ്സിലാക്കുന്നു. അത് ഈ ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾ അവിടുത്തുകാർക്ക് തിരിച്ച് നൽകുന്നതിന് അതിൽ എന്താണ് തടസ്സം, അതിൽ എന്താണ് ഇനി ചെയ്യാൻ കഴിയുക. ചർച്ചകളിലൂടെ മാത്രമേ മുനമ്പത്തെ വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പലരും വ്യക്തമാക്കുന്നു. നിയമവിദഗ്ധരടക്കം ഇത് സംബന്ധിച്ച് വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ അതിൽ വഖഫ് ബോർഡിൻ്റെ തീരുമാനം എന്ത് എന്നതാണ് അതിനിർണായകമായ കാര്യം. ഇതിൽ റവന്യൂ, നിയമ, വഖഫ് മന്ത്രിമാരടക്കം പങ്കെടുക്കുന്നു. വഖഫ് ബോർഡ് ചെയർമാനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറിയും മറ്റ് ബന്ധപ്പെട്ട സെക്രട്ടറിമാരുമെല്ലാം പങ്കെടുക്കുന്നു. ഇതിൽ വഖഫ് ബോർഡ് ഈ റവന്യൂ അവരുടെ ഭൂമി എന്ന നിലപാടിൽ കർശനമായി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് ചർച്ചകൾ സങ്കീർണമാക്കപ്പെടും. കാരണം ഇവരുടെ ഒരു കൈവശ അവകാശങ്ങൾ സംബന്ധിച്ച്, റവന്യൂ അവകാശങ്ങൾ സംബന്ധിച്ച് പിന്നെ എങ്ങനെയാണ് ആ പരിഹാരം കാണാൻ കഴിയുക എന്ന വളരെ ഗുരുതരമായൊരു ചോദ്യം ഉയരും. ഒപ്പം ഇതിൽ ഈ ദിവസങ്ങളിൽ ഇത്രയും കാലമായിട്ട് അവിടെ നടക്കുന്ന സമരങ്ങൾ അത് പ്രധാനമായും അവർ കരമൊടുക്കിയ ഭൂമിയാണ്. അവരുടെ കാര്യങ്ങളെല്ലാം അവരുടെ സ്വന്തമായ ഭൂമിയാണ്, പണം കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് എന്ന് അവർ പറയുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇതിൻ്റെ ഈ ഓരോ വിഷയങ്ങൾ നേരിടുന്ന ഓരോരുത്തരുടെയും ആ ഭൂമിക്ക് അവർക്ക് ലഭിച്ച നോട്ടീസ്, നിലവിൽ അവർ അടച്ചുകൊണ്ടിരുന്ന കരം, അവർ എങ്ങനെയാണ് ഫറൂഖ് കോളേജിൽ ലഭിച്ച ഭൂമി ഇവരുടെ കൈവശത്തിലേക്ക് വന്നത്, അതിൻ്റെ രേഖകൾ, പ്രമാണ രേഖകൾ, ഇതിൻ്റെ എല്ലാം തന്നെ വിശദമായ വിവരങ്ങൾ റവന്യൂ വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിയായ കാര്യങ്ങൾ ആ റിപ്പോർട്ട് പരിഗണനയ്ക്ക് വരും. ആ റിപ്പോർട്ട് എന്താണ് അത് സൂചിപ്പിക്കുന്നത്, അതിൽ വഖഫ് ബോർഡ് അതിന് മറുപടി പറയും. ഇത്തരം കാര്യങ്ങൾ വളരെ നിർണായകം തന്നെയാണ്. ഒപ്പം സർക്കാർ ഈ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിന് മറ്റൊരു രാഷ്ട്രീയ ലക്ഷ്യമെന്ന് പറയുന്നത് അവിടെ വളരെയധികം ഈ സർക്കാരിനെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ, വഖഫ് ബോർഡിൻ്റെ നിലപാടുകൾക്കെതിരെ വലിയ രീതിയിലൊരു പ്രതിഷേധവും കാര്യങ്ങളും എല്ലാം തന്നെ ഉയരുന്നുണ്ട്. അതിൽ വർഗീയ ധ്രുവീകരണം നടത്താൻ ശ്രമിക്കുന്നു എന്ന ഒരു ആരോപണവും ഒരു ഭാഗത്ത് ശക്തമാകുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായില്ലെങ്കിൽ മുനമ്പത്തെ സമരം വലിയ രീതിയിലേക്ക് അത് മാറുകയും ചെയ്യും. സംസ്ഥാനമെമ്പാടും ഈ സമരം വ്യാപിപ്പിക്കുമെന്ന പല മുന്നറിയിപ്പുകളും വരുന്നു. അതിൽ രാഷ്ട്രീയപരമായി പലർ ഇടപെടാനായിട്ട് ശ്രമിക്കുന്നുവെന്ന് ഒരു വശത്ത് അങ്ങനെ ഒരു ആക്ഷേപം നിലനിൽക്കുകയും ചെയ്യുമ്പോൾ സർക്കാരിന് ഇത് പരിഹരിച്ച് മതിയാവും. അതുകൊണ്ട് ആ രീതിയിലേക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഇടപെടലുകൾ ഉണ്ടായേ തീരൂ. അതുകൊണ്ട് തന്നെയാണ് നാളത്തെ ചർച്ച നിർണായകമാകുന്നത്. പ്രധാന അജണ്ട റവന്യൂ അവകാശങ്ങൾ എങ്ങനെ അവർക്ക് തിരികെ നൽകാൻ നിൽക്കും, അവരുടെ അവകാശങ്ങൾ എത്ര കണ്ട് വഖഫ് ബോർഡ് ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ നിലനിൽക്കും എന്നതാണ് പ്രധാനപ്പെട്ട ചർച്ചയാകുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജു എം